വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ട്രഡീഷണൽ രീതിയിലുള്ള ഒരു മട്ടൺ സൂപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന മട്ടൺ സൂപ്പ് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഏറ്റവും ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് 1/2 കിലോ മട്ടനാണ്. മട്ടൻ്റെ കാലും കൈയും എല്ലാം കൂടെ ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തേക്കുന്നതാണ്, ബോൺസ്. ഇതിലേക്ക് സവോള, 2 സവോള. ട്രഡീഷണലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചുമന്നുള്ളി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ 2 സവോളയും കൂടെ ചേർക്കും. കൂടാതെ ഒരു 1/2 കപ്പ് ചുമന്നുള്ളിയും കൂടെ ഉണ്ട്. സവോളയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പും കൂടെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് ഇടും. 1 ടീസ്പൂൺ തന്നെ ഉപ്പ്. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചതച്ചുകൂടെ ചേർക്കാനായിട്ടുണ്ട്. സൂപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തൊലിയോടുകൂടെ ഉള്ള വെളുത്തുള്ളിയെ എടുക്കുക. ഔട്ടർ സ്കിൻ കളഞ്ഞിട്ട് ഇതൊന്ന് കഴുകിയ ശേഷം എടുക്കുന്നതാണ്. 1 കുടം വെളുത്തുള്ളിയാണ്, അതൊന്ന് ചതച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. ചതച്ച വെളുത്തുള്ളി ഇടാം. 1 കുടം ഇഞ്ചി, ചെറിയൊരു കഷ്ണം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാം, വളരെ കുറച്ച് സ്പൈസസ്. 1 ബേ ലീഫ്, 2 ഗ്രാമ്പൂ, 1 കഷ്ണം ഏലക്ക. സ്പൈസസ് കൂടി പോകാൻ പാടില്ല. സൂപ്പ് ഉണ്ടാക്കുമ്പോൾ വളരെ ചെറിയൊരു കഷ്ണം സിനമൺ. ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്ന കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ വെക്കുക. അപ്പോഴത്തേക്ക് ആ ബോൺസ് എല്ലാം നല്ല സോഫ്റ്റ് ആകും. അതിൻ്റെ ഫ്ലേവർ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങും. അതുവരെ കുക്ക് ചെയ്തെടുക്കുക. അരമണിക്കൂറോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഓഫ് ചെയ്ത് പ്രഷറെല്ലാം പോയ ശേഷമാണ് തുറക്കുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. മട്ടനിലുള്ള ആ നെയ്യൊക്കെയാണ് കാണുന്നത്, തെളിഞ്ഞ് കിടക്കുന്നത്. ഇത് നമുക്ക് അരിച്ച ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിനകത്ത് വീണ സവോള വെളുത്തുള്ളിയുടെ ഒക്കെ മിക്സർ നന്നായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് അതിൻ്റെ തിക്നെസ്, നല്ലൊരു തിക്നെസ് കിട്ടും. കൂടാതെ ആ ഫ്ലേവർ ഓൾറെഡി ഉണ്ട് സ്റ്റോക്കിൽ. അതിൽ കഴിയുന്നത് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. ഇത് വീണ്ടും തിളപ്പിക്കാം. ഇതിനകത്തേക്ക് ഇനി കുറച്ച് ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. പെപ്പർ, സോൾട്ട് ഒക്കെ ചേർക്കാനായിട്ടുണ്ട്. ഇവിടെ ആവശ്യമുള്ള സോൾട്ട് ആൻഡ് പെപ്പർ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. കൂടാതെ പെപ്പർ എപ്പോഴും ഇച്ചിരി നന്നായിട്ടുള്ളതാണ് നല്ലത്. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. കുരുമുളക് പൊടിക്ക് പകരം ചതച്ച കുരുമുളകാണ് ഒന്നുകൂടെ നല്ല. ഇച്ചിരി തരിയുള്ള കുരുമുളക് ചേർക്കുന്നതാണ് ഒന്നുകൂടെ നല്ലതായിട്ട് തിളയ്ക്കട്ടെ. ഈ മിക്സർ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പെപ്പറും സോൾട്ടും ആവശ്യത്തിന് ഇടുക. ഇനി ഞാൻ കടുക് പൊട്ടിക്കാനായിട്ട് വെക്കുകയാണ്. ഇത് തിളച്ചുകൊണ്ടിരിക്കട്ടെ. ബിക്കോസ് സൂപ്പ് എപ്പോഴും നമ്മൾ നല്ല ചൂടോടെ സെർവ് ചെയ്യാം. ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കടുക് പൊട്ടിക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. അപ്പോൾ ഈ സൂപ്പ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും ബോൺസിന് സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ നല്ലതെന്നാണ് പഴയ ആൾക്കാർ പറയുക. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. ഇതൊരു ഫ്ലേവറാണ്, സൂപ്പിന് ഫ്ലേവറാണ്. പിന്നെ കടുക് നമുക്ക് ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ
ചുമന്നുള്ളിയും കൂടെ ചേർക്കാം. ചുമന്നുള്ളി ഒരു 5 എണ്ണം സ്ലൈസ് ചെയ്തത്, ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത്. ചുമന്നുള്ളി നല്ലൊരു ബ്രൗൺ കളർ ആവണം, അതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ. ഇവിടെ ബ്രൗൺ ആയി തുടങ്ങി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു 3-4 എണ്ണേ ഉള്ളൂ. ഇതെല്ലാവരും ചേർക്കാറില്ല, പക്ഷെ ഒരു ഫ്ലേവറാണത്. കീറിയ ശേഷം ഇടുക. ഓഫ് ചെയ്യാം. മിക്സർ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ചൂടോടെ തന്നെ സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന ഈ മട്ടൺ സൂപ്പ് 4 പേർക്കുള്ള ഒരു പോർഷനാണ് നമ്മൾ ചെയ്തത്. എപ്പോഴും സോൾട്ടും പെപ്പറിൻ്റെയും ഇത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം നല്ല ഒരു ഹെൽത്തി സൂപ്പാണ്. നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.